ഹലോ മക്കളെ, പലരും ഇപ്പോഴും വളരെയധികം മടിയൊക്കെ പിടിച്ച് ചെയ്യാതിരിക്കുന്ന ഒരു കാര്യമാണ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കൽ എന്ന് പറയുന്നത്. കാരണം അവർക്ക് ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കും എന്താണ് ഈ ഷോർട്ട് നോട്ട്സ് കൊണ്ടുള്ള ഉപയോഗം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് എന്താണ് ഷോർട്ട് നോട്ട്സ്, അത് എപ്പോഴാണ് നമുക്ക് യൂസ്ഫുൾ ആകുന്നത്, അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞുതരും. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ നമുക്ക് വേഗം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, എന്തിനാണ് ഈ ഷോർട്ട് നോട്ട്സ്, ഈ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളത് നമുക്ക് പലപ്പോഴും ആലോചിക്കില്ലേ. വെറുതെ കുറേ സമയം പോവല്ലേ മിസ്സേ എന്നുള്ള പലരും ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. സംഭവം എത്രയേ ഉള്ളൂ, നമുക്ക് എക്സാമിൻ്റെ തലേദിവസം കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കാനൊന്നും പറ്റില്ല. വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കേണ്ട ചാപ്റ്റേഴ്സ് ആണെങ്കിൽ കുറേ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കില്ലേ. ഇനി നമ്മുടെ പബ്ലിക് എക്സാം ആകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത്രയും കൂടെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് ചാപ്റ്റേഴ്സ് എൻ്റെ കുട്ടികൾക്ക് പഠിച്ച് തീർക്കാനുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാതും ആദ്യം മുതൽ ടെക്സ്റ്റ് ബുക്ക് ഇരുന്ന് വായിക്കുക, അതിന് നോട്ട് ഇരുന്ന് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് എല്ലാതും റിവൈസ് ചെയ്യാനും പറ്റില്ല, നമ്മുടെ കുറേ സമയം പോയി പോകും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന കാര്യമാണ് നമ്മുടെ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ട് നോട്ട്സ് എപ്പോഴാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയുടെ ഒരാഴ്ച മുന്നേ ഉണ്ടാക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ പരീക്ഷയുടെ തലേ ദിവസം ഇരുന്ന് ഉണ്ടാക്കിയിട്ട് ഒരു തരത്തിലുള്ള ഉപകാരം നിങ്ങൾക്ക് ഈ ഷോർട്ട് നോട്ട്സോട് ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ ദേ ഉണ്ടാക്കി തുടങ്ങണം. അതായത് നമ്മൾ എപ്പോഴാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കണം. പരീക്ഷയുടെ തൊട്ട് മുന്നേ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവും നമുക്ക് അതിനെ കൊണ്ട് ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം നമുക്കിപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല സമാധാനമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു സമയത്താണ് നമുക്ക് ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണോ നമ്മൾ പഠിക്കുന്നത്, ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ എക്സാമിനറിൻ്റെ ക്ലാസ്സുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾറെഡി നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വേഗം തന്നെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, റെഡി. അപ്പോൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കേണ്ട സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ആദ്യം തന്നെ എന്ത് വേണം, എല്ലാ സബ്ജക്റ്റും കൂടെ ഒരൊറ്റ ബുക്കിൽ ഒതുക്കുന്ന പരിപാടി കുറേ പേർക്ക് ഉണ്ടായിരിക്കില്ലേ. ആ പരിപാടി നമുക്ക് മാറ്റി വയ്ക്കാം കുറച്ച് നാളത്തേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായി പഠിക്കണം, നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഓരോ സബ്ജക്റ്റിനും ഓരോ നോട്ട്ബുക്ക് വേണം. ഓക്കെ, അപ്പോൾ നല്ല വൃത്തിയുള്ള ഒരു നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ഇതുവരെ കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനിയെങ്കിലും എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടികൾ നല്ല ഫ്രഷായി നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളി ഒരു നോട്ട്ബുക്കൊക്കെ എടുത്ത് നല്ല സെറ്റായിട്ടിരിക്കുക. ഓരോ സബ്ജക്റ്റിനും ഓരോ നോട്ട്ബുക്ക് വീതം എടുക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ നമ്മുടെ ബാച്ചിലില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ മിസ് പറഞ്ഞുതരാം എന്തൊക്കെയാണ്. നമുക്ക് എല്ലാതും നീട്ടി പരത്തിയല്ല എഴുതേണ്ടത്. ഓക്കെ, വളരെ ഷോർട്ടാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, വളരെ ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഷോർട്ട് നോട്ടിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൻ്റെ PDF നോട്ടുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ബാച്ചിൻ്റെ PDF നോട്ടുകളൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ മിസ് ഞാൻ ബാച്ചിൽ ഇല്ലാത്ത കുട്ടിയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ കണ്ടിട്ട് ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്ക് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതായത് നമ്മുടെ റിവിഷൻ ബാച്ചിനോട് സംബന്ധിച്ച്, അതായത് നമ്മുടെ റിവിഷൻ ബാച്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ഇതുവരെ എടുത്ത ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഒന്നും കൂടെ പഠിപ്പിച്ച് തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഒന്നും കൂടെ പഠിപ്പിച്ച് തരുന്ന ക്ലാസ് ആയിരിക്കും ഇത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ഉപകാരം എന്താണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒക്കെ നമ്മുടെ ഓരോ ചാപ്റ്ററിൻ്റെയും ഷോർട്ട് നോട്ടിൻ്റെ ഒരു ലൈവ് ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ തരുന്നുണ്ട്. അതായത് എല്ലാത്തിനും ഷോർട്ട് നോട്ട്സും ഉണ്ടായിരിക്കും. ആ ഷോർട്ട് നോട്ട്സ് കറക്റ്റ് നല്ല പ്രോപ്പർ പക്ക ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരും ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഷോർട്ട് നോട്ട്സ് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങളത് കഷ്ടപ്പെട്ട് വേറെ ഇനി സെപ്പറേറ്റ് ആയിട്ട് സമയം കണ്ടെത്തി അത് മാറ്റി അല്ലേ സ്വന്തമായിട്ടിരുന്ന് എഴുതി കഷ്ടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഷോർട്ട് നോട്ട്സുകൾ നമ്മൾ ഈ റിവിഷൻ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി IMS ഞാൻ ബാച്ചിൽ ഇല്ലാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ നമ്മുടെ PDF നോട്ടുകളും പിന്നെ അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കും നോക്കി, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഓൾറെഡി ഷോർട്ട് നോട്ട്സ് ആയിട്ടൊക്കെ എഴുതി തരാം. ഓക്കെ, അപ്പോൾ അതൊക്കെ വെച്ച് എന്ത് ചെയ്യുക, വേഗം കുട്ടി നോട്ട്സുകളൊക്കെ ഉണ്ടാക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ. ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഇതേപോലെ ബോക്സസ് ഒക്കെ ആക്കി നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്റ്റാർ ഇട്ട് വെക്കാം. ഓക്കെ, പിന്നെ കണ്ടൻറ്റൊക്കെ ഫുള്ള് നേരത്തെ പരത്തി അങ്ങനെ ഒരിക്കലും എഴുതി വെക്കാൻ പാടില്ല. അത് നമുക്ക് ഷോർട്ട് നോട്ട്സിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. പിന്നെ അതിന് ഷോർട്ട് നോട്ട്സ് എന്ന് വിളിക്കില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടൻറ്റൊക്കെ വളരെ ഷോർട്ടായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതി വെക്കാം. ഓക്കെ, അത്രയും പ്രിസൈസ് ആയിട്ട് വേണം എഴുതാനായിട്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എഴുതിയിട്ട് പിന്നെ അത് നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഓർമ്മയുണ്ടാവില്ല അല്ലേ. അപ്പോൾ അത് റിവൈസും കൂടെ ചെയ്യണം ഇടയ്ക്ക്. എന്നാലാണ് നമുക്ക് ഇത് ഈ വളരെ ഷോർട്ട് ലാംഗ്വേജിൽ എഴുതി വെച്ചതൊക്കെ നമുക്ക് പിന്നീട് നോക്കുമ്പോൾ ഓർമ്മയുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം എന്ത് ചെയ്യാനായിട്ട്, നമുക്ക് ആ ഷോർട്ട് നോട്ട്സ് എഴുതാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു സബ്ജക്റ്റ്, ഓക്കെ, ഏതാണ് സബ്ജക്റ്റ്, അതിൻ്റെ ആ ഒരു നമ്മുടെ ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ ആ ചാപ്റ്ററിൻ്റെ നെയിം ഇത് എവിടെ കൊടുക്കുക, ചാപ്റ്ററിൻ്റെ നെയിം അവിടെ കൊടുക്കുക. പിന്നെ അതിനുശേഷം അതിന് അടിയിലായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ചാപ്റ്ററിലും പല പല സബ് ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതേ ഓരോരോ ടോപ്പിക്കുകൾ, ആ ടോപ്പിക്ക് എഴുതാം. ടോപ്പിക് ഏതാ, മിസ്സിന് കൂടുതലും ബയോളജി റിലേറ്റ് ചെയ്തിട്ടായിരിക്കും മിസ്സിന് പറഞ്ഞു തരാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് മിസ്സ് പറഞ്ഞു തരുമ്പോൾ കുറച്ചും കൂടി മിസ്സ് ബയോളജി എടുക്കുന്നതുകൊണ്ട് ബയോളജി റിലേറ്റ് ചെയ്തിട്ടായിരിക്കും പറഞ്ഞു തരുന്നുണ്ടാവുക. ഓക്കെ, ഇത് പക്ഷേ ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ കാര്യത്തിലായാലും നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക് എഴുതി ആ ടോപ്പിക്കിലുള്ള പോയിന്റുകൾ മാത്രം, കുട്ടി പോയിന്റുകൾ വളരെ ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യുക, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ടോപ്പിക്കിൻ്റെ പേരും അതേപോലെ തന്നെ അതിനുള്ളിലുള്ള കുട്ടി കാര്യങ്ങൾ നമ്മൾ അവിടെ എഴുതാം. ഓക്കെ, പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്തെങ്കിലും മൈൻഡ് മാപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മൈൻഡ് മാപ്പ്, അതായത് നിങ്ങൾക്ക് ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ടോപ്പിക് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് റിലേറ്റ് ചെയ്തത് അല്ല നമുക്ക് ഫ്ലോ ചാർട്ട് പോലെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പല ടേബിൾസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുകയാണ്, ഓക്കെ, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആനിമൽസിലും പ്ലാന്റ്സിലും നമ്മൾ പഠിക്കുക. അപ്പോൾ അത് പഠിക്കുന്ന സമയം നമുക്കത് എല്ലാതും പാരഗ്രാഫ് പോലെ അല്ലെങ്കിൽ എല്ലാത്തിനും പോയിന്റ് ഇടുന്നതിന് പകരം നമുക്കത് കമ്പയർ ചെയ്ത് പഠിക്കുന്നത് കുറച്ചുകൂടി ഉപകാരമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് 2 ടേബിളൊക്കെ ആക്കി നല്ല സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ടേബിൾസ് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഫ്ലോ ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സ് നിങ്ങൾക്ക് പഠിക്കാൻ കുറേ പ്രയാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അതൊരു ഫ്ലോ ചാർട്ട് ആക്കി വെക്കാം. അത് ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് കടക്കുന്നു, അത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സിലേക്ക് കടക്കുന്നു. അങ്ങനെ ഫ്ലോ ചാർട്ടുകൾ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ചില ഡയഗ്രാംസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ എന്ത് ചെയ്യാം, ആ ഡയഗ്രാംസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷോർട്ട് നോട്ട്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. വളരെ പ്രിസൈസ് ആക്കി വെക്കുക. കുറേ നമുക്ക് എല്ലാ പോയിന്റുകളും വലിച്ചു വാരി എഴുതരുത്. വളരെ ഷോർട്ട് ആയിട്ടുള്ള ലാംഗ്വേജിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പക്ക സെറ്റ് ആണല്ലോ. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ബുക്കിൻ്റെയൊക്കെ ഫസ്റ്റത്തെ പേജിൽ നമുക്കൊരു കണ്ടന്റ് പേജ് ഉണ്ടാവില്ലേ അല്ലേ, അതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ പേജിൽ എത്രാമത്തെ പേജ് നമ്പറിലാണ് ഇതുള്ളത്, നമ്മുടെ ആ കണ്ടന്റ് ഉള്ളത്, ആ കണ്ടന്റിൻ്റെ പേര് അവിടെ എഴുതുക. ഇത് ഇന്ന കണ്ടന്റ് ആണ്, അത് ഇത്രാമത്തെ പേജിലെ, ഈ അടുത്തത് ഇതാണ്, അതിലെ 40ാമത്തെ പേജിലെ അന്നുള്ള വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ പരീക്ഷയുടെ തലേ ദിവസം നമുക്ക് എല്ലാം കൂടെ നോക്കാനുള്ള നേരം ഉണ്ടാവില്ല അല്ലേ. അതായത് അയ്യോ ഈ ടോപ്പിക്ക് എവിടെയായിരുന്നു ഉണ്ടായിരുന്നു, അതിൻ്റെ ഷോർട്ട് നോട്ട് ഞാൻ എവിടെയോ ഇട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തപ്പും അല്ലേ. അപ്പം അങ്ങനെ കുറേ തപ്പി സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ കണ്ടന്റ് പേജ് നോക്കിയാൽ മതിയാവും. അപ്പം നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമ്മൾ അതിൻ്റെ നോട്ട് എഴുതിയിട്ടുള്ളത് എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം, അതായത് കുറച്ച് ആ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുള്ള ഈ ഒരു സമയത്ത് മാത്രമേ ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, റെഡി. അപ്പോൾ ഇതൊക്കെ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്, ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ബുക്ക് ഉണ്ടാക്കുന്നത് നല്ലതാണ്. അതായത് നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ ബുക്ക് ആക്കി വയ്ക്കുക. ഓക്കെ, അതിൽ അതേപോലെ എന്ത് ചെയ്യുക, ഇതേപോലെ ഈസി, മീഡിയം, അതേപോലെ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ ഓരോന്നിനും പല സിമ്പിൾസ് കൊടുക്കും. ഒന്നില്ലെങ്കിൽ ഇന്നിടാം, എം ഇടാം, ഡി എന്നിടാം. അല്ലാന്നുണ്ടെങ്കിൽ ഈസി ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഈസി ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ടിക്ക് ഇട്ട് കൊടുക്കുക, ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർ ഇട്ട് കൊടുക്കുക, മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വട്ടം ഇട്ട് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക, മനസ്സിലാക്കാം. ഓക്കെ, ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്, അതൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയുടെ തലേദിവസം പോകുന്ന സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗം കണ്ടെത്തി വേഗം ഒന്ന് ഓടിച്ച് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നല്ലോണം അടിപൊളിയായിട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റിക്കി നോട്ട്സൊക്കെ ഉപയോഗിക്കാം. ഇതേപോലെ സ്റ്റിക്കി നോട്ട്സൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടില്ലേ. അപ്പോൾ അതിൽ എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റുകൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് തോന്നിയത് അയ്യോ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഇത് പഠിക്കാനായിട്ട് ഈ ഒരു കോഡ് നല്ലതാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ എഴുതി അയ്യോ ഇതിൻ്റെ കോഡ് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കോഡ് നമുക്ക് അവിടെ ഇതേപോലെ ഒരു ഇത് നമ്മുടെ സ്റ്റിക്കി പേപ്പറൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, സ്റ്റിക്കി നോട്ടൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നോട്ടിൽ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വായിക്കുന്ന സമയത്ത് അതിൻ്റെ കോഡും കൂടെ ഒപ്പം തന്നെ കിട്ടി. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ
എപ്പം നമ്മൾ എന്ത് കാര്യങ്ങൾ എഴുതുമ്പോഴും എന്ത് ചെയ്യുക, നല്ലോണം ആലോചിച്ചിട്ട് വേണം എഴുതാനായിട്ട്. എന്ത് കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ വെറുതെ എന്താ പറയുക, എന്തായാലും മിസ് പറഞ്ഞതല്ലേ എന്നാൽ പിന്നെ ആ കൂട്ടത്തിൽ അങ്ങ് ഫ്ലോയിൽ അങ്ങ് എഴുതിയേക്കാം എന്ന് വിചാരിക്കരുത്. നമ്മളെന്ത് ചെയ്യുക, എപ്പോൾ എന്ത് കാര്യം എഴുതുമ്പോഴും നല്ലോണം ആലോചിച്ച് എഴുതാം. ഓക്കെ, ചിന്തിച്ചുകൊണ്ടേ എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് എഴുതുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാം. ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്ത് ഏത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ഹൈലൈറ്റേഴ്സൊക്കെ വലിയ നമുക്കധികം പൈസ ഒന്നും ഉണ്ടാവില്ലല്ലോ, ജസ്റ്റ് ഒന്ന് വാങ്ങിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എന്താണ് ഹൈലൈറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് മാർക്കൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇത് വെറുതെ നോട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അയ്യോ ഇതൊക്കെ എന്തായിരുന്നു എന്നൊക്കെ തോന്നില്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, എപ്പോഴും റിവൈസ് ചെയ്യണം. ഒന്നാമത്തെയാണ് എന്താ, റിവൈസ് ചെയ്യുന്ന പല പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ആക്റ്റീവ് റീകോൾ യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പഠിച്ച കാര്യങ്ങളൊന്ന് നോക്കാം അല്ലേ. നമ്മളെപ്പോഴും ചെയ്യാറില്ലേ, ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വന്നിട്ട് എന്ത് ചെയ്തു, മറച്ച് വെച്ചിട്ട് നമ്മൾ നോക്കൂ. ഓക്കെ, ഇതൊക്കെ എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിക്ക് അങ്ങനെ നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഫുൾ റിവിഷൻ നമുക്ക് ആദ്യം ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും എല്ലാം ഇരുന്ന് കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി, മീഡിയം റിവിഷൻ, അതായത് എന്താണ് അണ്ടർലൈൻ ചെയ്ത് വെച്ച ഭാഗമോ അല്ലെങ്കിൽ സ്റ്റാർ ഇട്ട ഭാഗമോ മാത്രം നോക്കാം. പിന്നെ പെട്ടെന്ന് ക്വിക്ക് റിവിഷൻ വെച്ച് എന്താണ്, പെട്ടെന്ന് നമുക്ക് അധികം സമയമില്ല, പരീക്ഷ തലേദിവസം. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമലും ബോക്സസിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പലതരത്തിലുള്ള റിവിഷനൊക്കെ ചെയ്യാം. അപ്പോൾ റിവിഷനും കൂടെ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഷോർട്ട് നോട്ട്സ് നമുക്ക് ഈ ഉപകാരമാവുള്ളൂ പരീക്ഷയുടെ തലേദിവസമൊക്കെ. ഓക്കെ, അല്ലാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഉണ്ടാവും പഠിക്കാനായിട്ട്. കാരണം എന്താണ്, കുറേ നമുക്ക് പരീക്ഷയുടെ തലേദിവസം പഠിച്ച് തീർക്കാനുള്ള ടോപ്പിക്സ് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ മല പോലെ ഉണ്ടായിരിക്കും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പം ഇനി പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് മിസ് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനുള്ള വഴിയാണ് മിസ് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മിസ് പറഞ്ഞു തന്നിട്ടുള്ളത്. മിസ് പറഞ്ഞത് മറക്കണ്ട. അതായത് എന്താണ്, നിങ്ങൾക്ക് ഇനി ഷോർട്ട് നോട്ട്സുകളായിട്ട് തന്നെ നമ്മുടെ ടീച്ചേഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതും ഷോർട്ട് നോട്ട് ലൈവ് ക്ലാസ് ആയിട്ട്, അതായത് ഷോർട്ട് നോട്ട്സും തരും, അതിന് നോട്ടും തരും. പിന്നെ അതേപോലെ തന്നെ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. പെട്ടെന്ന് തന്നെ ആ ചാപ്റ്റർ ക്വിക്കായിട്ട് നിങ്ങൾക്ക് റിവിഷൻ നടത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ട് നോട്ട് ലൈവും കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാതും നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും വേഗം തന്നെ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യാം. ഇതുവരെയുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ വേഗം എന്ത് ചെയ്യുക, വേഗം എൻ്റെ കുട്ടികൾ അടിപൊളിയായിട്ട് ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മുടെ പബ്ലിക് എക്സാം ആണ് നമ്മുടെ അടുത്ത ലക്ഷ്യം, അത് ഫുള്ള് സെറ്റാക്കുക. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ള എല്ലാവർക്കും എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.